അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 17ാമത്തെ ദിവസത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമ. സൂറത്തുൽ മുൽക്കിലെ 17ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 16-ൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് തന്നെയാണ് ഈ വചനത്തിലും അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അം അമിൻതും മൻ ഫിസ്സമാഇ അയ്യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അം അമിൻതും മൻ ഫിസ്സമാഇ കഴിഞ്ഞ ആയത്തിൽ വന്ന പദമാണ്. അവിടെ അ അമിൻതും എന്നാണെങ്കിൽ ഇവിടെ അം അമിൻതും. മൻ ഫിസ്സമാഇ ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ, പേടിയില്ലാതിരിക്കുകയാണോ? അയുർസില അലൈക്കും, അർസല യുർസിലു എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ്. അയുർസില അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ അയക്കുന്നതിനെ തൊട്ട് നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ? ഹസിബ ചെരൽ മഴ, ചെരൽ വർഷം, കല്ലുകൊണ്ട് ആകാശത്ത് നിന്നും മഴ നിങ്ങളുടെ മുകളിൽ പതിക്കുന്നതിനെ തൊട്ട്, അള്ളാഹു നിങ്ങളിലേക്ക് അയക്കുന്നതിനെ തൊട്ട് പേടിയില്ലാതെ നിങ്ങളിരിക്കുകയാണോ? ഐ അദാബ മിനസ്സമാഇ യഹ്സിബുക്കും വയൻതിഖുമുല്ലാഹു മിൻകും. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഥവാ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ആകാശത്ത് നിന്ന് അയക്കും, അള്ളാഹു നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നതാണ് എന്ന വിഷയത്തിൽ നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ? ഫസതഅലമൂന കൈഫ നദീർ. ഫസതഅലമൂൻ, നിങ്ങൾ അറിയുന്നതാണ്, കൈഫ നദീർ, എങ്ങനെയാണ് എൻ്റെ താക്കീത് എന്ന്. അള്ളാഹുവിൻ്റെ താക്കീത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെടും. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കൈഫ യഅതീകും മാ അൻദർതുകും ബിഹി റുസുലു വൽ കുതുബ്. പ്രവാചകന്മാർ നിങ്ങളുടെ അരികിലേക്ക് വന്നിരുന്നു, വേദഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിരുന്നു, അതിലൊക്കെ നിങ്ങൾക്ക് താക്കീത് ചെയ്തതിൻ്റെ ഗൗരവം, ആ ശിക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഫല തഹ്സബു അന്നകും മിനല്ലാഹി അയ്യുആഖിബകും ബിഇഖാബിൻ മിനൽ അർളി വമിനസ് സമാഇ യൻഫഉകും. ആകാശത്ത് നിന്ന്, ഭൂമിയിൽ നിന്നും. കഴിഞ്ഞ ആയത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ശിക്ഷയെക്കുറിച്ചാണെങ്കിൽ ഇവിടെ അള്ളാഹു പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്ന ശിക്ഷയെക്കുറിച്ചാണ്. ആ ശിക്ഷ വരുമ്പോൾ നിങ്ങൾ പേടിയില്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഫസതജിദൂന ആഖിബത അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളുടെ പര്യവസാനം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്, നിങ്ങൾ അറിയുന്നതാണ്. സവാഅൻ ത്വാല അലൈക്കും സമാൻ ഔ ഖസുർ, കാലം കുറേ കഴിഞ്ഞാലും ശരി, പെട്ടെന്ന് സംഭവിച്ചാലും ശരി, പക്ഷേ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഫഇന്ന മൻ ഖബ്ലക്കും കദ്ദബു കമാ കദ്ദബ്തും, നിങ്ങൾ നിഷേധിച്ചതുപോലെ, നിങ്ങൾ ഇതിനെ കളവാക്കിയതുപോലെ നിങ്ങളുടെ മുൻഗാമികളിൽ പലരും കളവാക്കിയിട്ടുണ്ട്. ഫഅഹ്ലകഹുമുല്ലാഹു തആല, അള്ളാഹു അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൻദുറു കൈഫ ഇൻകാറുല്ലാഹി അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് അവൻ്റെ ശിക്ഷ നടപ്പിലാക്കിയത്, എങ്ങനെയാണ് അള്ളാഹു അവരോട് പ്രതികാരം ചെയ്തത് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. ആജലഹും ബിൽ ഉഖൂബത്തി ദുനിയവിയ്യ ഖബല ഉഖൂബത്തിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയ്ക്ക് മുമ്പായി ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ അവർക്ക് അല്ലാഹു മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. ഫഹ്ദറു അയ്യുസീബക്കും മാ അസാബഹും, അതുകൊണ്ട് അവരെ ബാധിച്ചത് നിങ്ങളെ ബാധിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ ജാഗ്രത പാലിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ താക്കീത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ആയത്തൊക്കെ എന്നും നമ്മളോട് രാത്രി ഓതാൻ പറഞ്ഞ ആയത്താണ്, സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തിലേക്കാണ്, റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള പേടിയിലേക്കാണ് റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, അഥവാ ആകാശത്തിലുള്ളവൻ നിങ്ങളുടെ
മേൽ ഒരു ചരൽ മഴ അയക്കുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയരഹിതരായിരിക്കുകയാണോ? എൻ്റെ മുന്നറിയിപ്പ് എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. ജീവിതം നൽകുന്ന പാഠമെന്താണ്? ഈ ആയത്ത് ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ചെയ്യേണ്ടത്? ശക്തമായ ഒരു മഴ പെയ്താൽ ശക്തമായി ഇടിവെട്ടുന്നു, മിന്നലുണ്ടാകുന്നു, നമ്മുടെ മനസ്സിൽ എത്രത്തോളം പേടി കടന്നു വരും. ശക്തമായ കാറ്റടിക്കുന്നു, നമ്മുടെ മനസ്സിൽ പേടിയുണ്ടാകും. വാതിലുകൾ ശക്തമായി നമ്മളടക്കും. നമ്മൾ താഴ്മയോടെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകളിലുള്ള ചെറിയ കുട്ടികൾ നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർന്നവർ നിൽക്കും അല്ലേ? ആ ഒരു ശക്തമായ മഴ പോലും നമ്മുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുന്നതെങ്കിൽ ആ മഴത്തുള്ളികൾക്ക് പകരം ചരൽ വർഷമാണ്, കല്ലുകളാണ് ആകാശത്ത് നിന്ന് വീഴുന്നതെങ്കിൽ, അത് തുടർച്ചയായി മഴ പോലെ, കുത്തിച്ചൊരിയുന്ന മഴ പോലെ ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താകും? അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കാണ് കഴിയുക? ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗോത്രത്തെ ശിക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫലമ്മാ ജാഅ അംറുന ജഅൽന ആലിയഹ സാഫിലഹ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ അവരെ നാം അവരുടെ നാടിനെ തലകീഴായി മറിച്ചു എന്നുള്ളതാണ്. അവരുടെ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടിഭാഗം നേരെ മുകളിലേക്ക് കൊണ്ടുപോയി, മുകൾ ഭാഗം നേരെ അടിയിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. വഅംതർന അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീലിൻ മൻളൂദ്. അടുക്കുകളായി വെച്ച പഴുപ്പിക്കപ്പെട്ട ചൂടുള്ള കല്ലുകൾ ആകാശത്ത് നിന്ന് ഇറക്കി എന്നുള്ളതാണ്. ഈ കീഴ്മേൽ മറിച്ചപ്പോൾ തന്നെ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ടാകും. ഇനി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് ഈ കല്ലുകൾ വന്ന് അവരുടെ ശരീരത്തിൽ വന്ന് വീണ് അവരെ കൊലപ്പെടുത്തിയെന്ന് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എത്ര കഠിനമാണ്. ഈ ദുനിയാവിലെ ശിക്ഷ ഇങ്ങനെയാണെങ്കിൽ പരലോകത്തിലെ ശിക്ഷ എങ്ങനെയായിരിക്കും? അള്ളാഹുവിൻ്റെ കഅബ അത് തകർക്കാൻ വേണ്ടി വന്ന അബ്രഹത്തും കൂട്ടരെയും കുറിച്ച് സൂറത്ത് ഫീലിൽ അല്ലാഹ് പറഞ്ഞില്ലേ, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. കല്ലുകൾ കൊണ്ട് അള്ളാഹു ചെറിയ പക്ഷികളെ പറഞ്ഞയച്ച് അവയുടെ ചുണ്ടുകളിൽ കല്ലുകളെ നൽകി. ആ കല്ലുകൾ ഈ ആനക്കൂട്ടങ്ങൾക്കെതിരെ, ആ സൈന്യത്തിനെതിരെ അള്ളാഹു എറിഞ്ഞവരെ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ഭയത്തിലേക്ക്, പേടിയിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. ഇനി ഇത് ആവർത്തിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫി ആഖിരി ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അഥവാ അവസാന കാലമാകുമ്പോൾ അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. എന്തൊക്കെ വരും? ഖസ്ഫുൻ, ആഴ്ത്തലുകൾ വരും. ഭൂമിയിലേക്ക് ആഴ്ത്തലുകൾ വരും. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന, ഡാൻസ് കളിച്ച് പാട്ടിൻ്റെയും അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെയും അകമ്പടിയോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൽപ്പിച്ച കൽപ്പനകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് മദ്യപിച്ച് ഡാൻസ് കളിക്കുമ്പോൾ പലപ്പോഴും ആഴ്ത്തുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വമസ്ഖുൻ, രൂപങ്ങൾ മാറ്റും. അള്ളാഹു കോലമാകെ മാറ്റുന്ന അവസ്ഥ, ശിക്ഷ വരും. വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ചരൽ വർഷങ്ങൾ വീഴുന്ന അവസ്ഥ വരും. ഇത് ഈ ഉമ്മത്തിൽ നടക്കാനുള്ളതാണ്. ഈ സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമൂഹത്തിൽ ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ എത്ര മടങ്ങണം. പ്രത്യേകിച്ച് ഈ ഹദീസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് ഇദാ ളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, മ്യൂസിക്കും നർത്തകിമാരും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, അവയോടൊക്കെയുള്ള നമ്മുടെ സമീപനം എന്താണ്? മ്യൂസിക് ഇല്ലെങ്കിൽ ഒന്നും ശരിയാകൂല. ഡാൻസ് ഇല്ലെങ്കിൽ, ഡാൻസും പാട്ടൊക്കെ ഇത്ര പ്രശ്നമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നവർ ഈ ചോദ്യം ചെന്ന് തട്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ അറിയുക,
നമ്മൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് പോകണം. അശ്രദ്ധയിൽ നിന്ന് ഉണരാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവരെ പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ അലാ മഅസിഹി മാ യുഹിബ്ബു. ഒരാൾ അയാൾക്ക് വേണ്ടതൊക്കെ, ഇഷ്ടപ്പെടുന്നതൊക്കെ അള്ളാഹ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടിമയെ നീ കണ്ടാൽ, പക്ഷേ അയാളുടെ പ്രശ്നം എന്താ? വഹുവ മുഖീമൻ. മറ്റൊരു ഹദീസിൽ കാണാം, വഹുവ മുഖീമൻ അലാ മഅസി. അയാൾ പാപങ്ങളിലാണ്. അനുഗ്രഹങ്ങൾ അള്ളേറെ കൊടുക്കുമ്പോഴും അയാൾ അയാളുടേതായ ജീവിതം നയിക്കുകയാണ്, തോന്നിവാസിയായി ജീവിക്കുകയാണ്. അയാൾക്ക് ഇബാദത്തുകളിൽ ശ്രദ്ധയില്ല. അള്ളാഹു നിരോധിച്ച, അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളിലുമാണ് അവൻ സമയം ചെലവഴിക്കുന്നത്, അവൾ സമയം ചെലവഴിക്കുന്നത്. എങ്കിൽ നിങ്ങളറിയണം, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. അത് അള്ളാഹു അവനെ അവളെ പടിപടിയായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ പടിപടിയായി റബ്ബ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം ഒരു പിടുത്തം വരും. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല എന്ന താക്കീത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. പാപങ്ങളോട് ഗുഡ് ബൈ പറയാം, പാപങ്ങളോട് രാജിവെക്കുക. തിന്മകളിൽ നിന്ന് റഹ്മാനായ റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ, മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഇടമായി, തിരിച്ചറിവായി ഈ തിരിച്ചറിവ് മാറട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ പേടിയോടുകൂടെ, ഭയത്തോടുകൂടെ, അള്ളാഹിൻ്റെ ശിക്ഷ എപ്പോഴും വരാം, അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴും വരാം എന്ന ചിന്തയോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.